മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വെൽക്കംസ് ടു എവറിത്തിങ് ഹാപ്പൻസ് ചാനൽ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മീഡിയയിൽ കൂടിയും ഇൻ്റർനാഷണൽ മീഡിയകളിൽ കൂടിയും ഒക്കെ കേൾക്കുന്നു, നമ്മൾ കാണുന്നു. നമ്മുടെ വിദ്യാർത്ഥി ജനങ്ങൾ ജോലി സാധ്യതയ്ക്കും ജോലികൾക്കും വേണ്ടി എസ്പെഷ്യലി യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും കുടിയേറിപ്പാർത്തുകൊണ്ട് ധാരാളമായി ജോലി ചെയ്യുന്നു. അവിടെ നമ്മൾ ഇന്ത്യക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന തിക്താനുഭവങ്ങളെ പറ്റിയൊക്കെ ധാരാളം മീഡിയകളും മാധ്യമങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ എവറിത്തിങ് ഹാപ്പൻസ് ചാനലിലേക്ക് വരുന്നത്. സുഹൃത്തുക്കളെ, വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ നമ്മുടെ ഈ സബ്ജക്റ്റിനെ പറ്റി ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലെ കുട്ടികൾ, സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടികൾ ധാരാളമായി ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ജോലി അന്വേഷിച്ച് ജോലിക്കും പഠിത്തത്തിനുമായിട്ട് പോകുന്നു. പഠിത്തം എന്നുള്ള പേര് പറഞ്ഞ് അവിടെ ജോലി ചെയ്ത് അവിടെ സെറ്റിലാകാൻ വേണ്ടിയാണ് അധികം കുട്ടികളും പോകുന്നത്. ലക്ഷം കുട്ടികൾ പോകുന്നു, ലക്ഷക്കണക്കിന് കുട്ടികൾ പോകുന്നു. നമ്മളെ കുട്ടികൾ അവിടെ ചെന്ന് നമ്മുടെ ആൾക്കാർ അവിടെ വിസിറ്റ് ചെയ്യുന്നു. നമ്മുടെ ആളുകൾ ഇന്ത്യൻസ് ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞ് രാജ്യത്തിൻ്റെ വിരോധവും നമ്മളെ അവമാനിക്കുന്നതിന് എന്താണ് ഇതിന് കാരണം? നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ധാരാളം വർഷങ്ങളായി വിദേശ രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുവാനും താമസിക്കാനും ഇടവന്നിട്ടുള്ളതിനാൽ വളരെ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. എന്താണ് അതിന് പ്രധാന കാരണം? എന്താണ് യൂറോപ്യൻസ്, അമേരിക്കൻസ്, ഓസ്ട്രേലിയൻസ്, മറ്റുള്ള രാജ്യങ്ങൾ നമ്മളെ ഇന്ത്യൻസ് ഗോ ബാക്ക് അല്ലെങ്കിൽ നമ്മളെ മിസ്ട്രീറ്റ് ചെയ്യുന്നു, നമ്മളെ അവമാനിക്കുന്നു, നമ്മൾക്കെതിരെ അവർ സംസാരിക്കുന്നു? എന്താണ് അതിൻ്റെ കാരണം? സുഹൃത്തുക്കളെ, ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ 1 ആചാരപരമായിട്ടുള്ള വ്യത്യാസമാണ്. ആചാരപരമായ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യ രാജ്യം ഹിന്ദു സമൂഹമാണ്. മറ്റുള്ള രാജ്യങ്ങൾ ഹിന്ദു സമൂഹമല്ല. അവർ അവരുടേതായ വിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നു. അധികം പേർക്കും വിശ്വാസം തന്നെ ഇല്ല. അവരുടെ വിശ്വാസം, അവരുടെ മതം ഭൂരിഭാഗവും മനുഷ്യത്വമാണ്. അവർ മനുഷ്യരായിട്ട് കാണുന്നു. ആചാരങ്ങളും ദൈവിക ഇതിലൊന്നും അവർക്കധികം വിശ്വാസമില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരത് പുറമേ അവരെടുപ്പിക്കില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ആൾക്കാർ അവിടെ പോയി മതവും ആചാരവും ദുരാചാരവും ചുമന്നുകൊണ്ടുപോയി ബാക്കിയുള്ള പരിസരങ്ങളെല്ലാം മറന്ന് അവരത് അവിടെ പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കൾച്ചറൽ ഡിഫറൻസ് ആണ് ഒന്നാമത്തെ കാര്യം. നിന്റെ ആചാരവും നിന്റെ മതവും നിന്റെ ചിന്താഗതിയും നിന്റെ പൂജകളും കാര്യങ്ങളും നിന്റെ വീട്ടിൽ നിന്റെ റൂമിൽ ഒതുക്കുക. മറ്റുള്ളവരും സഹോദരങ്ങളാണെന്നും മറ്റുള്ളവരും മനുഷ്യരാണെന്നും അവർക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും അവരെ ഫോഴ്സ് ചെയ്യാനോ നമ്മൾ ഒരിക്കലും അത് പാടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വളരെ ഡിസിപ്ലിനായിട്ടുള്ള, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന മറ്റുള്ള ഒരു ആൾക്കാരാണ് നമ്മുടെ ഇവിടുത്തെ വലിയ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും എഡ്യൂക്കേറ്റഡും ഹൈലി പവേർഡ് ആയിട്ടുള്ള ആൾക്കാർ. അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് പെരുമാറ്റം വളരെ വ്യത്യാസമാണ്. അവിടുത്തെ LP സ്കൂൾ അല്ലെങ്കിൽ ഹൈസ്കൂൾ കുട്ടികളുടെ വിവേകം പോലും നമ്മുടെ ആൾക്കാർ കാണിക്കുന്നില്ല. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ തകരാറാണ്, നമ്മുടെ ആചാരത്തിൻ്റെ തകരാറാണ്. നമ്മളത് പഠിച്ചിട്ടില്ല അവിടെ. പക്ഷെ ഇത് നമ്മൾ വാച്ച് ചെയ്യണം. വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരും വളരെ പ്രഗത്ഭന്മാരായ എഞ്ചിനീയർമാരും ഒക്കെ ധാരാളം യൂറോപ്പിലുണ്ട്. അവർ മെയിനായിട്ടുള്ള മെയിൻ ഡോക്ടർമാർ. ഒരിക്കൽ ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ അവിടുത്തെ മെയിൻ ഡോക്ടർ നമ്മുടെ ഒരു തമിഴനായിട്ടുള്ളൊരു ഡോക്ടറാണ്. അദ്ദേഹത്തെയാണ് കാണാൻ വേണ്ടി എല്ലാ സായിപ്പുകളും നമ്മുടെ ആൾക്കാരും ഒക്കെ ക്യൂ നിന്ന് ബുക്ക് ചെയ്ത് പോയി കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു നാട്ടിൽ ചെന്നാൽ അവിടുത്തെ സിസ്റ്റവും അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ ആൾക്കാരെയും ബഹുമാനിക്കണം. നമുക്ക് നല്ല ശമ്പളം തരുന്നു, അവിടുത്തെ സുഖസൗകര്യങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇത്രയൊന്നും സാധ്യതയില്ല. നമ്മൾ വെറുതെ വീരവാദം പറഞ്ഞിട്ട് കാര്യമില്ല. എക്കോണമിയിലൊക്കെ അമേരിക്ക മീൻസ് $27 ട്രില്യൺ ആസ്തിയാണ്. നമുക്ക് എന്നാ ഉള്ളത് 3.5 അവിടെ കിടക്കുന്നു, 27 ട്രില്യൺ അവിടെ കിടക്കുന്നു.
അതുതന്നെയല്ല നമ്മളുടെ പോപ്പുലേഷൻ. ഇവിടെ നമുക്ക് നമ്മുടെ ഇവിടെ ജോലിയില്ല. നമ്മുടെ ഇവിടെ ഉള്ള നല്ല നല്ല ആളുകളെല്ലാം മൈഗ്രേറ്റ് ചെയ്തു പോയി. നമ്മുടെ സിസ്റ്റം തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു, നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നടക്കണം, നമ്മൾ വളരെ പ്രഗത്ഭരാണ്, അറിവിൻ്റെ വിവേകത്തിൻ്റെ ആൾക്കാർ കിഴക്കിൽ നിന്ന് വന്നെന്നാണ് പറയണത്. പടിഞ്ഞാന്നല്ല വന്നത്. പണ്ടത്തെ നമ്മുടെ ശാസ്ത്രത്തിലും സാഹിത്യത്തിലും ഒക്കെ പറയുന്നു, പണ്ട് ഇന്ത്യനെ അന്വേഷിച്ചാണ് അമേരിക്ക കണ്ടുപിടിച്ചത്. കൊളംബസ് റെഡ് ഇന്ത്യൻസ് എന്നാണ് വിളിച്ചത്. അമേരിക്ക കണ്ടുപിടിച്ചപ്പോൾ ഇന്ത്യയിലെത്തിയെന്നാണ് അന്നത്തെ യൂറോപ്യൻ അന്നത്തെ ആൾക്കാർ വിചാരിച്ചിരുന്നത്. അത്ര മഹത്തായ ഒരു രാജ്യം, പണ്ടുകാലം മുതലുള്ള രാജ്യം, പുരാണമായ രാജ്യം, മഹോത്തരമായ രാജ്യം ഇപ്പോൾ നമ്മളെ അനുകരിക്കാനും നമ്മളെ വളരെയധികം റെസ്പെക്റ്റോടെ കാണുന്നതുമായ മറ്റുള്ള ആൾക്കാർ നമ്മളെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ. നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ ആചാര ദുരാചാര വിശ്വാസങ്ങളും മതങ്ങളും, എല്ലാ മതങ്ങളും, ഇന്ന മതം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിലെ രീതിക്ക് നിൽക്കണ്ടേ? നമ്മൾ നമ്മുടെ ഇഷ്ടം കാണിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളവിടെ വീണ്ടും കേട്ടുവോ? നമ്മളവരവിടെ അറ്റി ഓടിക്കില്ലേ? ഇത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ വിവേകം നമ്മുടെ തലയ്ക്ക് ഉണ്ടാകണം സുഹൃത്തുക്കളെ. ഈ നമ്മുടെ കുട്ടികളും നമ്മുടെ ടൂറിസ്റ്റുകളും ഒക്കെ പോകുമ്പോൾ ഓരോ രാജ്യത്തിൽ ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേര തിന്നണമെന്ന് പറഞ്ഞവർ ആ നാട്ടിലെ ആചാരങ്ങളോട് അവിടുത്തെ ആളുകളെ റെസ്പെക്റ്റ് ചെയ്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമുക്കൊരു ബഹുമാനം മേടിച്ചെടുക്കണം. ഇത് നമ്മൾ ഓരോ കുട്ടികളും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത് മാതാപിതാക്കൾക്ക് അറിയത്തില്ല, അവർ നമ്മൾ പഠിപ്പിക്കണം. കുട്ടികൾ അവരുടെ സോഷ്യൽ മീഡിയ അവരുടെ വിവേകം വെച്ച് ഇത് മനസ്സിലാക്കണം. അങ്ങനെ നമ്മുടെ പോയ റെസ്പെക്റ്റ് നമ്മൾ തിരിച്ചു പിടിക്കണം. വി ഷുഡ് ബി എ ഡിസിപ്ലിൻ, സൈലൻറ്റ്, പ്രോപ്പർ പീപ്പിൾ. നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്ത് കാണിക്കണം. അല്ലാണ്ട് ആൾക്കൂട്ടം കൂടുമ്പോൾ കുറച്ച് ആളെ കൂടി കഴിയുമ്പോഴത്തേക്കും കുറേ പേര് കുറേ രൂപങ്ങളും കുറേ ഇതും കുറേ കുരിശും കുറേ ഇതുമൊക്കെ കണ്ട് കുറേ ഗണപതിയും കുറേ തേങ്ങായും കുറേ രൂപങ്ങളും കുറേ ഘോഷയാത്രയും ബഹളവും വൃത്തികേടാക്കലും ഇത് വല്ലതും വിദേശ രാജ്യങ്ങളിൽ പോയി കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഇത് ഒരു വളരെ ന്യൂസൻസ് ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇത് നമ്മളുടെ സ്റ്റാൻഡേർഡ്, നമ്മളുടെ രീതികളെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും ബേസിക്കായിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് വിദ്യാഭ്യാസമാണ് നമ്മുടെ കുട്ടികൾ പഠിച്ചിരിക്കുന്നത്? ഇതവർ മനസ്സിലാക്കണ്ടേ? സുഹൃത്തുക്കൾ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻസ് വിദേശ രാജ്യങ്ങളിൽ യൂറോപ്പിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഓൾവേസ് വി ഷുഡ് ബി ഹ്യൂമൻസ്. ഹ്യൂമാനിറ്റി ഫസ്റ്റ്, ആഫ്റ്റർ യു. നമ്മളുടെ സെൽഫിഷ്നെസ് നമ്മൾ പുറത്തെടുക്കാൻ പാടില്ല. നമ്മളുടെ സെൽഫിഷ്നെസ് നമ്മൾ ഒരുപാട് നമ്മുടെ സ്കൂളിലൊന്നും ഇത് പഠിപ്പിക്കുന്നില്ല. ക്യൂ സിസ്റ്റം, അതേപോലെ നമ്മുടെ കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഇടിച്ചു കയറുക, ക്യൂ സിസ്റ്റം ഇല്ല, ഇൻഡിസിപ്ലിൻഡ് പീപ്പിൾ, ക്രൗഡഡ്, സോ ലൗഡ്, അതിൻ്റെ മറ്റുള്ളവരെ മൈൻഡ് ചെയ്യുന്നില്ല. ഈ വക ബിഹേവിയറായിട്ടുള്ള ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഒരിക്കലും യൂറോപ്യൻസ് ഇഷ്ടപ്പെടില്ല. അവരത് പുറമേ കാണിക്കില്ല ആദ്യമൊക്കെ. അത് നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കരുത്. നമ്മൾ ആദ്യം വാച്ച്ഫുള്ളായിരിക്കണം. നമ്മൾ മറ്റുള്ളവർ എന്താണ് പ്രവർത്തിക്കുന്നത്, മറ്റുള്ളൊരു രാജ്യത്താണ് ചെന്നത്, അതിനനുസരിച്ച് നമ്മൾ റെസ്പെക്റ്റായിട്ട് നമ്മളുടെ ജീവിതം മാറ്റണം, നമ്മുടെ ജീവിത നിലവാരം മാറ്റണം. എസ്പെഷ്യലി നമ്മുടെ വിദ്യാർത്ഥികളും ജോലി അന്വേഷിക്കുന്നവരും ആയിട്ടുള്ള യൂറോപ്പിലൊക്കെ ഉള്ള ആൾക്കാർ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള, വളരെ സോഫ്റ്റ് ഹാർട്ടായിട്ടുള്ള ആൾക്കാരാണ് ഭൂരിഭാഗവും വിദേശത്തൊക്കെ ഉള്ളത്. സുഹൃത്തുക്കളെ, നമ്മൾ ടൂറ് കാണാൻ പോകുന്നതിനും ഈ ലോകം എന്ന് പറയുന്നത് നമ്മളൊരു വിസിറ്റേഴ്സാണ്. നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ജാതി, മതം, മതമൊക്കെ ആളെ കൂട്ടുന്നതിനുള്ള ഒരു ഇതാണ്, പ്രസ്ഥാനമാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സാമ്പത്തികമാണ്. എനിക്ക് മാത്രം സുഖം, എനിക്ക് സന്തോഷം കിട്ടുക, മറ്റുള്ളവന് എന്തെങ്കിലും സംഭവിക്കട്ടെ, ആ ഒരു വിചാരം നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ വിദേശത്ത് സഞ്ചരിക്കുമ്പോഴും ടൂറ് പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും അവിടെ സെറ്റിലാകുമ്പോഴും എനിക്കറിയാം പല ഇന്ത്യൻസും അവരുടെ മദർ കൺട്രീനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിൽ നിന്ന് ജോലിയൊക്കെ തേടി അലഞ്ഞ് അവിടെ പോയി ഒരു ജോലി കിട്ടി, നല്ല ഇതാണ്. അത് കഴിഞ്ഞ് അവൻ്റെ മാതൃരാജ്യത്തെ മാതാവിനെ മറക്കുന്നു. വി ആർ ബ്രിട്ടീഷ്, വി ആർ നോട്ട് ഇന്ത്യൻസ്. ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ എയർഫോഴ്സിലും ഒക്കെ ജോലി ചെയ്തവരാണ് ഇങ്ങനെ പറയുന്നത്. അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ. അതേപോലെ സത്യസന്ധതയിലും നമ്മുടെ രാജ്യത്തെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. അറിവിൻ്റെ നാടായ, വിവേകത്തിൻ്റെ നാടായ, മോക്ഷത്തിൻ്റെ നാടായ, വിവേകികളുടെ രാജ്യമായ ഇന്ത്യയെ നമുക്ക് നമ്മുടെ നിലവാരത്തിലേക്ക്, ആ പുരാതന നിലവാരത്തിലേക്ക്
നമ്മൾ ഉയർത്തണം, നമ്മുടെ സ്വാർത്ഥത കൈവെടിയണം. ഈ ആധുനിക ലോകത്തെ, ആധുനിക കാലത്തെ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, കുറേ കൂടെയൊക്കെ മാറ്റമായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ കറപ്ഷനും മറ്റൊരിതും അവരാണ് റോൾ മോഡലാകേണ്ടത്. അവരുമൊക്കെ പലരും കാണിച്ചാണ് നമ്മുടെ യുവജനങ്ങൾ ഇപ്രകാരമായി പോയത്. അതേപോലെ നമ്മുടെ അല്ലാത്ത ജനങ്ങളും കണക്ക് തന്നെയാണ്. സോ സെൽഫിഷ്, ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. അങ്ങനെയൊന്നും നമുക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അടുക്കൽ നമ്മൾ പരിഹാസ്യരാകും. അവർ നമ്മളെ ഓടിക്കും, അവർ നമുക്ക് ജോലി തരില്ല, അല്ലെങ്കിൽ അവരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാമെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ വെറുതെ വീരവാദം പറഞ്ഞിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. എത്രയോ ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ബിസിനസ്സാണ് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നത്. നമ്മുടെ പഴയ കാലത്തെ ആചാരങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. സതി, അതേപോലെയുള്ള തൊട്ടുകൂടായ്മ, തീണ്ടുകൂടായ്മ, മാറി നടക്കുക, അല്ലെങ്കിൽ അതേപോലെയുള്ള വർണ്ണങ്ങൾ, അത് ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതമേ അല്ല. ഹിന്ദുമതം അങ്ങനെ ഒരു മതമേ ഇല്ല. ഹിന്ദുമതത്തിൽ എവിടെ ഹിന്ദുക്കളുള്ളത്? എല്ലാം ക്ഷത്രിയർ, ബ്രാഹ്മണൻ, ശൂദ്രർ, ഇത് കണ്ടുകൂടായ്മ, തൊട്ടുകൂടായ്മ, ആക്ഷേപിക്കൽ, ഭൂമി പാടില്ല, ഇങ്ങനെയുള്ളതായ ആചാരങ്ങളൊന്നും യൂറോപ്യൻസ് അംഗീകരിക്കില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. താങ്ക് യു. ഔട്ട്. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മളുടെ ഈ വീഡിയോ നമ്മളുടെ വിദേശത്ത് പോകുന്ന കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും സഹോദരങ്ങൾക്കുമായി ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. നമ്മളുടെ രാജ്യം കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റെസ്പെക്റ്റബിൾ ആകട്ടെ.